ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വാട്ടർ കളർ ക്ലാസ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ്. തുടങ്ങാം. സാധാരണ വാട്ടർ കളേഴ്സിൽ നമ്മൾ വൈറ്റ് കളർ യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ വൈറ്റായിട്ട് നിൽക്കേണ്ട ഭാഗങ്ങളിൽ കളർ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗത്ത് കളർ അപ്ലൈ ചെയ്ത് പോകുന്നൊരു രീതിയാണുള്ളത്. വൈറ്റ് ഏരിയ കിട്ടാനായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിഫ്റ്റിംഗ്. പക്ഷേ ലിഫ്റ്റിംഗ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കളേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ടെക്നിക്കാണ് സ്യൂട്ടബിൾ ആവുക. ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി ഏറ്റവും ഉപയോഗിക്കുക ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഡിറക്ഷണൽ വാഷാണ്. ഇത് മെയിൻലി നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ഒരു വിൻഡിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്കൈയിൽ ഒരുപാട് ക്ലൗഡ്സിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാഷാണ്. ഒരുപാട് ക്ലൗഡ്സൊക്കെ ഇപ്പം ഈവനിങ് സ്കൈ ഒക്കെ ആണെങ്കിൽ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണിക്കാനായിട്ട് വളരെ നല്ലൊരു വാഷാണിത്. അടുത്ത ടെക്നിക്ക് ലെയറിംഗ് ആണ്. ഇതും ഒരു വാഷ് ടെക്നിക്കാണ്. ആദ്യം നല്ലൊരു വാഷ് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക. അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് ചെയ്യേണ്ട അടുത്ത ലെയർ ചെയ്യാം. ഇതാണ് ലെയറിംഗ്. ഇതൊരു വെറ്റ് ഓൺ ഡ്രൈ മെത്തേഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡ്രൈ ഏരിയയിൽ വെറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ നന്നായിട്ട് ഉണങ്ങാതെ ഇത് ചെയ്യാനേ പറ്റില്ല. അടുത്തത് ഗ്ലേസിംഗ് ആണ്. ഗ്ലേസിങ്ങും ഒരു ലെയറിംഗ് ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളത് നല്ല ലൈറ്റ് വാഷായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ട്രാൻസ്പെറൻറ്റ് കളേഴ്സാണ് ഇതിന് യൂസ് ചെയ്യുക. ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആ രണ്ട് കളേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറായിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യത്തെ ഞാൻ ചെയ്തത് ബ്ലൂ ആൻഡ് റെഡ് ആയിരുന്നു, രണ്ടാമത്തെ ചെയ്തത് ബ്ലൂ ആൻഡ് യെല്ലോ ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് നമുക്ക് കിട്ടിയത്. ഇത് വാട്ടർ കളേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണിത്. വേറെ ഏതെങ്കിലും കളർ അപ്ലൈ ചെയ്തിട്ട് അതിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയില്ല. അടുത്തത് ഡ്രൈ ബ്രഷ് ടെക്നിക്കാണ്. അതിനുവേണ്ടി കളർ വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്തെടുക്കുക. ദെൻ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഫ്ലാറ്റായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു ടെക്സ്ചർ കിട്ടും. ഇതൊരു ടെക്സ്ചർ ടെക്നിക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വാഷ് ടെക്നിക്സ് ആയിരുന്നു. ഇത് ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അടുത്തത് വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്കാണ്. ഇതിൽ നല്ല വെറ്റ് കളർ എടുത്തിട്ട് ഡ്രൈ ഏരിയയിൽ ബ്രഷ് ചെയ്യുന്നൊരു രീതിയാണ്. ഇത് നമ്മൾ ലെയറിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ ആയിരുന്നു ചെയ്തത്. ഇവിടെ ഓൺ പ്ലെയിൻ പേപ്പറാണെന്നേ ഉള്ളൂ. ഇത് സ്റ്റിപ്ലിംഗ് എന്ന് പറയും. ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നൊരു രീതിയാണിത്. കുറച്ച് ഡിസ്റ്റൻ്റ് ഏരിയയിൽ നിന്നുള്ള ഒരു ഫോളിയേജ് അല്ലെങ്കിൽ ട്രീസിന് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നൊരു ടെക്സ്ചർ ടെക്നിക്കാണിത്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്സിൽ മറ്റ് ടെക്സ്ചേഴ്സ് എല്ലാം കൊടുക്കാനായിട്ടും എല്ലാം പറ്റും. ഈ ഒരു ലീഫി സ്ട്രക്ചർ ഞാനിപ്പം ഡ്രൈ ബ്രഷ് ടെക്നിക്കിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് വെറ്റ് ഓൺ ഡ്രൈ ആണ്. കുറച്ചധികം വെള്ളം ചേർത്ത് ഞാൻ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കളറും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡെപ്ത് കിട്ടും. അടുത്തത് ബ്ലൂമിങ് ടെക്നിക്കാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു വെറ്റ് ഓൺ വെറ്റ് വാഷ് കൊടുക്കാം. ഇനിയിപ്പം ഫ്ലാറ്റ് വാഷ് ആണെങ്കിലും ഏത് വാഷാണെങ്കിലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെറ്റ് ഓൺ വെറ്റ് ആണ് ചെയ്യുന്നത്.
അതിപ്പോൾ ഏത് വാഷാണെങ്കിലും ഇതുപോലെ ഒരു വാട്ടർ ബബിൾ ലാസ്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ബാക്കിലേക്ക് റൺ ചെയ്തിട്ട് ആകെ വൃത്തികേടാവും. അത് പക്ഷേ നമുക്ക് ഒരു പെയിൻറ്റിങ്ങിൽ ടെക്സ്ചറായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടി ക്ലീൻ വാട്ടർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ടെക്സ്ചർ കിട്ടും. ഇതിന് കോളിഫ്ലവർ എഫക്റ്റ് എന്നും പറയാറുണ്ട്. കാരണം ഒരു കോളിഫ്ലവർ ലുക്ക് പോലെ ഉണ്ടല്ലോ. അടുത്തത് മാസ്കിംഗ് ടെക്നിക്കാണ്. മാസ്കിംഗ് ടെക്നിക്ക് നമുക്ക് പലതരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്നാമത്തേത് മാസ്കിംഗ് ഫ്ലൂയിഡ് വെച്ചിട്ട് തന്നെയാണ്. ഒന്നുകിൽ നമുക്ക് വൈറ്റ് ഏരിയാസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ഫ്ലൂയിഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പെയിൻറ്റ് ചെയ്തൊരു ഭാഗം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ട സമയത്ത് അതിലേക്കാവോ എന്ന് പേടിയുണ്ടെങ്കിൽ, അതിൻ്റെ എഡ്ജസൊക്കെ വൃത്തിയിടാവോ എന്ന് പേടിയുണ്ടെങ്കിൽ അതിൻ്റെ മേലെ മാസ്കിംഗ് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് മാസ്കിംഗ് ഫ്ലൂയിഡിന്. പിന്നെ മാസ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ടേപ്പാണ്. അത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ദെൻ അത് നമ്മുടെ പേപ്പറിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മാസ്കിംഗ് ഫ്ലൂയിഡ് നന്നായിട്ട് ഉണങ്ങണം. പിന്നെ പെയിൻറ്റ് ഡ്രൈ ആയതിനു ശേഷം അത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പം നമുക്ക് വൈറ്റ് സർഫസ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ഞാൻ ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ചെയ്തത്. പക്ഷേ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ മാസ്കിംഗ് ഫ്ലൂയിഡ് അത്ര ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ മാസ്കിംഗ് ഫ്ലൂയിഡ് പറിച്ചെടുക്കുമ്പം പേപ്പറും കൂടെ അതിൻ്റെ കൂടെ പോരുന്നുണ്ട്. അപ്പം മാസ്കിംഗ് ഫ്ലൂയിഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി പേപ്പർ തന്നെ വേണം. അടുത്തത് സോൾട്ട് വെച്ചിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമ്മുടെ കറിക്കിടുന്ന ഉപ്പ് തന്നെയാണ്. അത് ആദ്യം ഏതെങ്കിലും ഒരു വാഷ് കൊടുക്കുക. ദെൻ അത് ഡ്രൈ ആകുന്നതിന് മുമ്പ് വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയതിനു ശേഷം അത് തട്ടിക്കളയാം, ഉപ്പ് തട്ടിക്കളയാം. അപ്പോൾ അതാ ഇതുപോലൊരു ടെക്സ്ചർ കിട്ടും. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത ടെക്സ്ചർ ടെക്നിക്കാണ് സ്പഞ്ചിങ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ടെക്സ്ചർ ടെക്നിക്സ് ആണ്. അപ്പോൾ സ്പഞ്ചിങ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് കളറിൽ ഡിപ്പ് ചെയ്യുക സ്പഞ്ച്. ദെൻ അത് പേപ്പറിലും ഡിപ്പ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ ബുഷസ് അതുപോലെ ട്രീസിൻ്റെ ഫോളിയേജസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. സ്പാറ്ററിങ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് പെയിൻറ്റ് ബ്രഷിലെടുക്കുക. ദെൻ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ദെൻ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. രണ്ടായാലും നല്ലൊരു സ്പ്രേയിങ് എഫക്റ്റ് കിട്ടും. ഇത് ചെയ്യുമ്പോൾ വല്ലാതെ തെറിക്കാതിരിക്കാൻ വേണ്ടി ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് സ്ക്രാച്ചിങ് ആണ്. അതിനാദ്യം ഒരു വാഷ് കൊടുക്കാം. ദെൻ ഇതുപോലൊരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അതിൽ നന്നായിട്ടത് കാണാൻ പറ്റും. അതിനിടയിലേക്ക് ആ പെയിൻറ്റ് ഇറങ്ങിയിട്ട് ഇത് ചെയ്യുമ്പം അങ്ങനെ വെറ്റായിരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കനായിട്ട് കാണും ലൈൻസ്. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് കളറായിട്ടാണ് കാണുക. എങ്ങനെയാണോ നമുക്ക് പെയിൻറ്റിങ്ങിൽ ആവശ്യം അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ വേറൊരു വാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അത് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഡെയിലി പ്രാക്ടീസാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ പ്രാക്ടീസ് മോർ. അടുത്ത വീഡിയോയിൽ കളർ മിക്സിംഗ് ആൻഡ് കളർ വീൽ പഠിക്കാം. അതുവരേക്കും ബൈ.